പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആർത്തിരമ്പി നിൽക്കുന്ന കടലിന് മുൻപിൽ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. ഒന്നൊരു സന്യാസിയെ കണക്കുള്ള മനുഷ്യനാണ്, മറ്റേതൊരു ചെറിയ കുഞ്ഞാണ്. ഇവർക്ക് കടൽ കടക്കണം. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്നവരുടെ മുൻപിലേക്ക് സ്വർഗം അയച്ചതുപോലെ ഒരു മാലാഖ വരുന്നു. ആ മാലാഖ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കടലിലേക്ക് കാലെടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് വേണ്ടി തിരമാലകൾ വഴിമാറും, അതിനപ്പുറത്ത് നിങ്ങളെ കാത്തൊരാൾ നിൽക്കുന്നുണ്ടാവും, അയാൾ നിങ്ങൾക്കുള്ള വഴി കാണിച്ചു തരും. രണ്ടുപേരും കടൽ തീരത്തേക്ക് യാത്രയാകുന്നു. തിരമാലകളിലേക്ക് ചവിട്ടുന്നതിന് മുൻപ് ഈ സന്യാസിയെ കണക്കുള്ള മനുഷ്യൻ കമിഴ്ന്നു കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിയോടുകൂടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കടക്കാനുള്ള ശക്തി കിട്ടാൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്നൊക്കെയുള്ള വലിയ പ്രാർത്ഥനകൾ. കുഞ്ഞിന് ഇതൊന്നും പ്രശ്നമല്ല. മാലാഖ പറഞ്ഞിട്ടുണ്ട് കടലിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ. ആ കുഞ്ഞ് കാലെടുത്ത് വയ്ക്കുന്നു. ഉടനെ തിരമാലകൾ വഴിമാറുന്നു. സന്യാസി തൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേരും കടലിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. തിരമാലകൾ ഭിത്തി പോലെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ആ വഴിത്താരയിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സന്യാസി കമിഴ്ന്നു കിടക്കും. സ്വർഗത്തോട് പ്രാർത്ഥിക്കും, സംരക്ഷണത്തിനായി അപേക്ഷിക്കും, യാചനാപൂർവം നെഞ്ചത്തടിക്കും. കുഞ്ഞിനതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ആ തിരമാലകളിൽ തല്ലിയും കളിച്ചും ഒച്ചപ്പാടെടുത്തും കൂക്കി വിളിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. സന്യാസി ശാസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു പോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. എപ്പോൾ വേണമെങ്കിലും ഈ തിരമാലകൾ നമ്മളെ മൂടാം. ആ ഭയം അയാളുടെ മുഖത്തും വാക്കുകളിലും ഉള്ളിലും നിഴലിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല. അവസാനം കടലിനപ്പുറത്തെത്തുമ്പോൾ മാലാഖ പറഞ്ഞത് കണക്ക് ഒരു മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര വലിയ കടൽ മുറിച്ച് കടന്നത്? സന്യാസി പറയും, എൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. ആ കുഞ്ഞ് പറയുന്നുണ്ട്, അപ്പുറത്ത് മാലാഖ പറഞ്ഞു കടലിലേക്ക് കാലെടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് വേണ്ടി കടൽ വഴിമാറും. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് സ്വർഗരാജ്യത്തിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ക്രൈസ്തവ ആത്മീയതയെ ഇങ്ങനെ മൊത്തം തകിടം മറിച്ച ഒരു ആത്മീയതയുമായിട്ട് വന്ന വിശുദ്ധയുടെ തിരുനാളാണിത്. ഒരു കുഞ്ഞിനെ കണക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാം. കൊച്ചുരഹസ്യ പുണ്യവതിയുടെ ആത്മീയത ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എൻ്റെ അപ്പന് ഞാൻ ഒരിക്കലും ഒന്നും നിഷേധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കണതൊക്കെ എൻ്റെ അപ്പൻ എനിക്ക് തരണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയോളജിയായിട്ട് മുന്നോട്ട് പോയ ഒരാൾ. എന്തൊരു ഭംഗിയാണ് ആ ജീവിതത്തിനെന്ന് കാണണം. സ്വന്തം അപ്പനായിട്ടിങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്ന കൊച്ചുരഹസ്യ പുണ്യവതിയുടെ ഒരു ഫ്രെയിം നമ്മൾ കാണുന്നുണ്ട് ആത്മകഥയിൽ. അവിടെ ടി എന്ന് പറയുന്ന ഒരു രൂപം നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അപ്പനോട് പറയുന്ന കാര്യം ഇതാണ്, ഇതാ സ്വർഗത്തിൽ ദൈവം എൻ്റെ പേര് നക്ഷത്രങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്നു. എന്തൊരു വിശ്വാസമാണ് കർത്താവിൽ, എന്തൊരു ശരണപ്പെടലാണെന്ന് കാണണം. ഇത്രയേ ഉള്ളൂ. ഈശോ പറയുന്ന കാര്യം അതാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആവുക. മുഴുവനായിട്ടിങ്ങനെ കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ ജീവിതത്തിന് എന്തൊരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആ ജീവിതത്തിന് എന്തൊരു അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കാനായതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആൾ പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധ കൊച്ചുരഹസ്യ പുണ്യവതിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസിലൊന്നാണത്. ഞാനൊരു കളിപ്പന്ത് പോലെയാണ് കർത്താവിൻ്റെ കയ്യിൽ. ഈ കളിപ്പന്ത് ഈശോയ്ക്ക് വേണമെങ്കിൽ വലിച്ചെറിയാം ഇഷ്ടമുള്ളതുപോലെ, അതിനെ തട്ടിക്കളിക്കാം. അതെല്ലാം കഴിഞ്ഞ് ചില സമയത്ത് എടുത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൂടെ കൊണ്ട് നടക്കാം. അതൊക്കെ കർത്താവിൻ്റെ ഇഷ്ടമാണ്. കർത്താവ്, ഈ കളിപ്പന്ത് കണക്കെ ഞാൻ എൻ്റെ ജീവിതത്തെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ തട്ടിക്കളിക്കണതൊക്കെ ശരിക്കും ജീവിതത്തിൽ ഉണ്ടായതാണ്. രോഗാവസ്ഥകളിങ്ങനെ ഒരു മനുഷ്യനെ ഉലയ്ക്കാവുന്നതിലും അപ്പുറം ഉലച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കൊച്ചുരഹസ്യ പുണ്യവതിയുടെ വാക്കുകൾ, കർത്താവിനെ തന്നെ തട്ടിക്കളിക്കാം, കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ പന്തിനെ എടുത്തവൻ നെഞ്ചോട് ചേർത്ത് വെക്കും. അനുഭവം ഉണ്ടായിരുന്നേ. ഇങ്ങനെ ദൈവത്തിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കണക്കാകാനായിട്ട് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്രമാത്രം നമ്മളുടെ ലൈഫ് സിമ്പിളാകുമായിരുന്നു, ഭാരം കുറഞ്ഞതാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോഴും ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ള നമ്മുടെ അവസ്ഥകളെ നോക്കി, നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രയാസങ്ങളെ നോക്കി ആ സന്യാസിയെ കണക്ക് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഭയപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. പേടിക്കാതെ തന്നെ. കർത്താവ് പറയണ കാര്യം അതല്ലേ, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു മുഴം നീട്ടാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അതേ കാര്യം അങ്ങനെ തന്നെ എടുത്ത് ജീവിച്ചൊരു വിശുദ്ധ. ഇന്ന് പ്രത്യേകമായിട്ട് ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്, 1-ാം തീയതിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം മുഴുവൻ ഇങ്ങനെ കർത്താവിങ്കിലേക്ക് മുഴുവനായി അർപ്പിച്ച പരിശുദ്ധ മാതാവിനെ ഓർത്തെടുക്കുന്ന ദിവസങ്ങൾ. ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിതം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളാണ് അമ്മ. ഒരു ഇടവകയിലിരിക്കുമ്പോൾ അവിടെയുള്ള അമ്മമാരെല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ കരം പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലെങ്കിലും അമ്മ അവരുടെ കരം പിടിക്കണേ. വലിയൊരു പ്രാർത്ഥനയാണ്. കാരണം പിന്നെ വിട്ടുപോകാനായിട്ട് ഒരു വഴിയില്ലേ കൊച്ചിന്. അമ്മ കരം പിടിച്ചാൽ മതി. മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ കരം പിടിക്കണേ. അവളും നിൻ്റെ കരം വിട്ട് കുതറിയോടാൻ നോക്കിയാൽ പോലും അങ്ങനെ വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ അമ്മ അവരുടെ കരം പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് നമ്മളെ തന്നെ അമ്മ വഴിയായിട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് സമർപ്പിക്കുന്ന ദിവസമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ. പിന്നെ ലൈഫ് സിമ്പിളാണെന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉറപ്പിച്ച് പറയാം, ലൈഫിന് ഭാരം ഉണ്ടാവില്ല. പ്രശ്നങ്ങളുണ്ടാവും, രോഗാവസ്ഥകളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, വലിയ പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടാവും. പക്ഷേ നമ്മൾ തളരില്ല, നമ്മൾ പേടിക്കില്ല, നമ്മൾ നിരാശപ്പെടില്ല, മുഖത്ത് പുഞ്ചിരിമായില്ല, ഉള്ളിലെ ധൈര്യം കെടില്ല. ഏൽപ്പിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങളെ പോലെ ആവാൻ കർത്താവ് നമ്മളോട് പറയുമ്പോൾ അതിന് മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കൊച്ചുത്രേസ്യയെ കണക്ക് ഇങ്ങനെ നൈർമല്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു വിശുദ്ധ. കർത്താവെ, അങ്ങയിലേക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്നിലേക്ക് മുഴുവൻ ജീവിതവും കൊടുത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആകുലപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഒന്ന് വചനം തുറക്കുക. ഇന്ന് വിശുദ്ധ ജെറോം പുണ്യാളൻ്റെ തിരുനാളാണ്. ഇന്ന് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ വചനം ഇങ്ങനെ വഴിവിളക്കായി മാറുന്നതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ജീവിച്ചൊരു വിശുദ്ധൻ. നിങ്ങൾ വചനം തുറക്കുക. നിങ്ങളുടെ എല്ലാ ആകുലതകളും മാറ്റിക്കളയുന്നൊരു വചനം കർത്താവ് കാണിച്ചു തരും ഉറപ്പായിട്ടും. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവുക. കർത്താവിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, കൂളാണ്. ഈ ഒരു സ്വസ്ഥതയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.